ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫുൾ ബോഡി വൈറ്റനിങ് ഡ്രിങ്ക് ആണ് കേട്ടോ. ഇതൊരു ജ്യൂസാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കുടിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തും ശരീരത്തും നല്ലൊരു മാറ്റം കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു ആപ്പിളും 5 സ്ട്രോബെറിയുമാണ്. അപ്പോൾ സ്ട്രോബെറി ഇല്ലെങ്കിൽ സാരമില്ല കേട്ടോ, നിങ്ങൾക്ക് ബീട്രൂട്ട് ഉപയോഗിക്കാം. ഒരു വലിയ ആപ്പിൾ എടുക്കുക. ബീട്രൂട്ട് എടുക്കുമ്പോൾ വളരെ ചെറിയൊരു പീസ് മാത്രം എടുത്താൽ മതി. വലിയ പീസ് എടുത്താൽ നിങ്ങൾക്ക് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വളരെ ചെറിയ പീസ് ബീട്രൂട്ട് മാത്രം എടുക്കുക. അപ്പോൾ ആപ്പിൾ നന്നായിട്ട് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ഇതിൽ മുന്നേ ഞാനൊരു ജ്യൂസ് ഇട്ടപ്പോൾ ഒരാൾ ചോദിച്ചിരുന്നു ഇങ്ങനെ ആപ്പിളിൻ്റെ തൊലി കളയേണ്ട ആവശ്യം എന്താ, അത് കംപ്ലീറ്റ് ഇട്ടൂടെ. തൊലി കളഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളിത് ഡെയിലി കുടിക്കുന്ന ജ്യൂസാണ്. അപ്പോൾ അതിൽ ഒരുപാട് മരുന്നുകളെല്ലാം അടിച്ചിട്ടുണ്ട്. എത്ര കഴുകിയാലും നമുക്ക് ആ തൊലി കളഞ്ഞിട്ട് പിന്നെ എന്താ പറയുക ജ്യൂസ് അടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി സേഫ്. ഡെയിലി ഒക്കെ കുടിക്കുന്നതല്ലേ. അപ്പോൾ എല്ലാവരും തൊലി കളഞ്ഞ് നല്ല വൃത്തിയിലെടുക്കുക. അത് ബീട്രൂട്ട് ആണെങ്കിൽ ബീട്രൂട്ടിൻ്റെത് നന്നായി തൊലി കളഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായി തൊലി കളഞ്ഞതിന് ശേഷം വളരെ ചെറിയ പീസസ് ആയിട്ട് ഇത് രണ്ടും മുറിച്ചെടുക്കണം. അപ്പോൾ ബീട്രൂട്ട് ആണെങ്കിൽ വളരെ വളരെ ചെറിയ, അതായത് നമ്മൾ ഉപ്പേരിക്കെല്ലാം അരിയുന്ന ആ ഒരു രീതിക്ക് വേണം. ബീട്രൂട്ട് ആണെങ്കിൽ നിങ്ങൾ അരിഞ്ഞെടുക്കേണ്ടത്, അല്ലെങ്കിൽ മിക്സി കേടായി പോകും. കാരണം അത് അടിഞ്ഞ് കിട്ടുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ചെറിയ പീസസ് ആയിട്ട് ഇട്ടാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി എല്ലാം അടിച്ച് കുടിക്കുന്ന സമയത്ത് മിക്സിക്കും കേട് പറ്റില്ല, അതേപോലെ തന്നെ ജ്യൂസും നന്നായി അടിഞ്ഞ് കിട്ടും. ഇത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം ഇതിൽ മുന്നേ ഞാൻ ഒരുപാട് സ്കിൻ വൈറ്റനിങ് ജ്യൂസ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് നല്ല റെസ്പോൺസാണ് അത് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കമൻറ്റ് ഇട്ടത്. അപ്പോൾ ഞാൻ ആ ഒരു ജ്യൂസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ വന്ന ഓരോരോ കമൻസിൻ്റെ മറുപടി ആയിട്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം പറഞ്ഞത്. അപ്പോൾ ഞാൻ സ്ട്രോബെറിയും ആപ്പിളും ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ നിങ്ങൾ മധുരം ആഡ് ചെയ്യരുത് കേട്ടോ, കാരണം മധുരം നമ്മൾ ഡെയിലി ഇങ്ങനെ കുടിക്കുന്നത് ഹെൽത്തി അല്ല. അതുകൊണ്ടാണ് ഞാൻ മധുരം ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. പകരം നിങ്ങൾക്ക് ഇതിലേക്ക് തേൻ യൂസ് ചെയ്യാം. തേൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേൻ യൂസ് ചെയ്യാം. ഇനി തേൻ ഇല്ലെങ്കിൽ നിങ്ങൾ കഴിയുന്നത് മധുരം ഇടാണ്ട് കുടിക്കുന്നതാണ് നല്ലത്, അതാണ് ഹെൽത്തി. അപ്പോൾ ഞാനിതിൽ പാലൊഴിച്ചിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വെള്ളത്തിലും ഇത് അടിച്ചെടുക്കാം. ഞാനിത് പാല് കുറച്ചും കൂടി ഹെൽത്തി എന്നുള്ള രീതിയിൽ പാലൊഴിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വെള്ളത്തിൽ ഇത് അടിക്കാം. അപ്പോൾ അതിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ കുടിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഗ്ലാസിൻ്റെ ഒരു ഗ്ലാസ്സാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം തേൻ ഒഴിക്കുന്നുണ്ട്. തേൻ ഒഴിക്കുന്നതാണെങ്കിൽ 1 ടേബിൾ സ്പൂണോളം തേൻ ഒഴിക്കുക. തേനും ഒരുപാടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് അടച്ച് വെച്ച് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയും അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒരു ജ്യൂസാണിത്. ഇതിലിട്ടിരിക്കുന്ന ആപ്പിളും സ്ട്രോബെറിയും നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും അതേപോലെ തന്നെ നമ്മുടെ ചെറുപ്പം നിലനിർത്താനും സഹായിക്കുന്ന നല്ലൊരു ജ്യൂസാണ്. അതായത് സ്കിന്നിൽ വന്ന ചുളിവുകളെല്ലാം മാറി സൗന്ദര്യം വർദ്ധിക്കാനും ശരീരം മുഴുവനും നിറം വർദ്ധിക്കാനും സഹായിക്കുന്ന നല്ലൊരു ജ്യൂസാണ്. പക്ഷേ സ്ട്രോബെറി കിട്ടാത്ത പ്രശ്നം അധിക പേർക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് സ്ട്രോബെറിക്ക് പകരം ഞാൻ നിങ്ങളോട് ബീട്രൂട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ ബീട്രൂട്ട് ഇടുന്ന നേരം വളരെ ചെറിയൊരു പീസ് ബീട്രൂട്ട് മാത്രം ഉപയോഗിക്കുക. പിന്നെ ഇത് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് കുടിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇടയിൽ വരുന്ന ദിവസങ്ങളിൽ ഞാൻ മുന്നേ ഇട്ട ജ്യൂസസും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും ഒരേ ജ്യൂസ് കുടിക്കണമെന്നില്ല. വളരെ നല്ല റിസൾട്ടായിരിക്കും. എന്താ പറയുക, ഇതിനങ്ങനെ ഭയങ്കരമായ സൈഡ് എഫക്ട്സ് ഒന്നും വരാനുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.